ഒന്നാം ലോക മഹായുദ്ധ കളത്തിൽ കാണിച്ച ഒരു നിമിഷത്തെ കരുണ പിന്നീട് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധത്തിലേക്ക് കാരണമായിട്ടുണ്ടെങ്കിലോ? ഇതാണ് ഹെൻറി ടാൻഡെ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ ബ്രിട്ടീഷ് പ്രൈവറ്റ് സൈനികൻ. അഡോൾഫ് ഹിറ്റ്ലർ പിന്നീട് തന്റെ ജീവൻ രക്ഷിച്ചുവെന്ന് അവകാശപ്പെട്ട അതേ വ്യക്തി. 1918 ഫ്രാൻസിൽ നടന്ന കടുത്ത പോരാട്ടത്തിനിടയിൽ ടാൻഡയുടെ തോക്കിൽ മുന്നിൽ മുറിവേറ്റ ഒരു ജർമ്മൻ സൈനികനകപ്പെട്ടു. അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യാമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. മുറിവേറ്റ ഒരാൾക്ക് നേരെ വെടിയുതിർക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് ടാൻഡെ പിന്നീട് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം 1938 ഒരു പെയിന്റിംഗിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഹിറ്റ്ലർ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ നെവിൽ ചേംബർലിനോട് പറഞ്ഞു ഹെൻറി ടാൻഡെ തന്റെ ജീവനോടെ വിട്ടയച്ചതാണെന്ന്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഹിറ്റ്ലർ വെറും ഒരു കോർപ്പറൽ മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് ചരിത്രകാരന്മാർ ഇതിൽ വലിയ മിസ്റ്റേക്കുകൾ കണ്ടെത്തി. സമയക്രമത്തിലെ തെറ്റുകൾ, രേഖകളുടെ അഭാവം, ഹിറ്റ്ലർ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ലായ്മ എന്നിവയാണ് അതിൽ ചിലത്. അപ്പോൾ ഇത് സത്യമായിരുന്നു അതോ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആയിരുന്നു? ടാൻഡെ ശരിക്കും ഹിറ്റ്ലറെ വിട്ടയച്ചതാണെങ്കിൽ ആ വ്യക്തി ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കവർന്ന ഒരു മഹായുദ്ധത്തിലേക്ക് വഴിതിരിക്കുമെന്ന് ഒരിക്കലും ടാൻഡെ ചിന്തിച്ചിട്ടുണ്ടാവില്ല.